ഹായ് എവരി വൺ, ഇറ്റ്സ് മീ രാഹുൽ. വെൽക്കം ടു റിച്ചാ ടോക്സ്. സോ നല്ലൊരു ദിവസം തന്നെയായിരുന്നു നമുക്ക് നിഫ്റ്റിയിലുണ്ടായിരുന്നത്. നമ്മുടെ എൻട്രി ഉണ്ടായിരുന്നത് ആക്ച്വലി ഈ ഒരു ക്യാൻഡിൽ ബേസ് ആയിരുന്നു. ഈ ക്യാൻഡിൽ റീട്രേസ് ചെയ്യുമ്പോഴായിരുന്നു എൻട്രി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ എൻ്റെ ഗ്രൂപ്പിൽ കുറച്ച് പേർക്ക് എന്താ പറയുക, എസ് എൽ അടിച്ചു. അതിൻ്റെ റീസൺ എന്താ വെച്ചാൽ, പ്രീമിയത്തിൽ ഈ ക്യാൻഡിലെ ലോ എടുത്തിട്ടാണ് പോയിട്ടുള്ളത്. ബട്ട് നമ്മുടെ ഇൻഡെക്സിൽ ഈ ക്യാൻഡിലെ ലോ എടുത്തിട്ടില്ല. നേരെ പുഷ് ചെയ്തിട്ട് ഞാൻ വിചാരിച്ച പോലെ തന്നെ ഒരു റിട്രേസ്മെൻറ്റ് തന്ന് പോയി നിഫ്റ്റി മുകളിലോട്ട്. ബട്ട് പ്രീമിയത്തിൽ എന്ത് പറ്റി? പ്രീമിയത്തിൽ ഒന്ന് ഇറങ്ങി വന്നിട്ട് ഈ ക്യാൻഡിൽ ജസ്റ്റ് ലോ എടുത്തു. ഓക്കെ, അത് പ്രീമിയത്തിൽ നമ്മുടെ എന്താ പറയുക, ഫ്ലക്ച്വേഷൻ്റെ, അതായത് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലുള്ള ചെറിയ ചെറിയ പ്രോബ്ലംസ് ആണ് അതെല്ലാം. പ്രീമിയം ഒരുപാട് താഴേങ്ങ് ഇറങ്ങിപ്പോകുന്നു. അതൊരു ഈ ഒരു റെഡ് ക്യാൻഡിൽ പ്രീമിയം ഒരുപാട് ഇറങ്ങിപ്പോകുന്നു. സാധാരണ ഇവിടെ വരെ ഇറങ്ങാൻ പാടില്ല. ഓക്കെ, അത് കാൽക്കുലേഷൻ്റെ പ്രീമിയത്തിൻ്റെ ചെറിയ ചെറിയ ഡെൽറ്റയുടെയും അതായത് ഗാമ അങ്ങനെയുള്ള ഓപ്ഷൻ ഗ്രീക്സിൻ്റെ ഉള്ള ചേഞ്ചസ് ആണ് അതെല്ലാം. ബട്ട് നല്ല ദിവസമായിരുന്നു അല്ലേ. ഓൾമോസ്റ്റ് ഇൻഫോസിസ് ഇന്നലെ ഞാൻ എൻ്റെ ഗ്രൂപ്പിൽ ട്രേഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ ഓസം ട്രേഡായിരുന്നു. ഇവിടുന്ന് തന്നെ ഈ ട്രേഡ് ഞാൻ എൻ്റെ ടെലഗ്രാമിലും ഇട്ടിട്ടുണ്ടായിരുന്നു. അടിപൊളി ട്രേഡായിരുന്നു. നല്ല നല്ല ഹ്യൂജ് റാലി തന്നിട്ടുണ്ടായിരുന്നു ഇൻഫോസിസ്. പിന്നെ അടുത്ത ട്രേഡ് കൊടുത്തിട്ടുണ്ടായിരുന്നത് BSE ആയിരുന്നു. BSE ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2860 എബോവ് നമുക്ക് എടുക്കാം, ഇറ്റ്സ് എബോവ് ഗുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും ഒരു സൂപ്പറായിട്ട് തന്നെ നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ടായിരുന്നു BSE. ഓക്കെ, സീമെൻസ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. സീമെൻസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ട്രേഡ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതും നല്ലൊരു ട്രേഡ് തന്നെയായിരുന്നു. ബട്ട് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തത് ഇൻഫോസിസും BSE ആയിരുന്നു. പിന്നെ നിഫ്റ്റി ആണ് എൻ്റെ മെയിൻ. നിഫ്റ്റി ഹ്യൂജ് ആയിട്ട് തന്നെ നല്ല ഒരു നമ്മുടെ 26,052, അതായത് 26,000 മുകളിൽ ഒരു സ്ട്രോങ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് നാളത്തെ അനാലിസിലോട്ട് പോകാം. നമുക്കിതെല്ലാം റിമൂവ് ചെയ്യാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ് ചെയ്ത് വെക്കുക. സബ് എല്ലാവരും ചെയ്യുന്നില്ല, ഒന്ന് സബ് ചെയ്ത് വെക്കുക പ്ലീസ്. പിന്നെ നമ്മുടെ റിച്ചാർഡ് ടോക്സിൻ്റെ നമ്മുടെ പുതിയ സ്റ്റാർട്ടപ്പായ ട്രേഡിംഗ് കോഴ്സ് 1-ാം തീയതി സ്റ്റാർട്ട് ചെയ്യും. ഫസ്റ്റ് 1-ാം തീയതി ചെറിയൊരു എമൗണ്ടിലാണ്. അതായത് പ്രൈസ് ആക്ഷൻ നിങ്ങൾക്ക് അത് ഞാൻ ഗ്യാരണ്ടിയാണ്. അതായത് എൻ്റെ ഒപ്പം ഇരുത്തി ട്രേഡ് ചെയ്ത് നിങ്ങളെ പഠിപ്പിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും അത് ബാക്കി കോഴ്സുകളിലൊന്നും ലൈവ് മാർക്കറ്റിൽ പഠിപ്പിക്കത്തില്ല. സോ ലൈവ് മാർക്കറ്റിൽ എന്താണ് ക്യാൻഡിൽ പഠിപ്പിച്ച് തരും ഇൻഡിവിജ്വലി ഇരുത്തിയിട്ട്. ഫസ്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത് 15 സീറ്റാണ്. ഏകദേശം 10 സീറ്റ് ഫുള്ളായിട്ടുണ്ട്, 5 സീറ്റ്സ് ബാക്കിയുണ്ട്. ആരെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ പ്ലീസ് രജിസ്റ്റർ ചെയ്യുക. റെക്കോർഡ് ക്ലാസ്, അതായത് ലൈവ് ക്ലാസ്, റൂമിൽ ക്ലാസ് ഉണ്ടാവും. അതല്ലാതെ തന്നെ ഈ നിഫ്റ്റിയുടെ ലൈവ് മാർക്കറ്റിൽ ഒപ്പം ഇരുത്തി ഇൻഡിവിജ്വൽ ഓരോരുത്തരും ഇരുത്തിയിട്ട് ഞാൻ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതായിരിക്കും. ഓരോ സ്റ്റുഡൻറ്റിനെ, എല്ലാവരെയും വെച്ചിട്ടല്ല, ഗ്രൂപ്പായിട്ട് ക്ലാസ് ഉണ്ടാവും. അതല്ല ഇൻഡിവിജ്വൽ സ്റ്റുഡൻസിന് ആയിട്ട് ക്ലാസ് ഉണ്ടാവും. അല്ല ഒരുമിച്ച് നമുക്ക് ട്രേഡും എടുക്കാം, ഒരുമിച്ച് ഇരുന്നിട്ട്, അതായത് ഒരുമിച്ച് ഒരു കോളിൽ ഇരുന്നിട്ട്. ഓക്കെ, സോ നിഫ്റ്റി നമ്മുടെ 26,052 ക്ലോസ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം, ജസ്റ്റ് വീക്കിലി ഒന്ന് നോക്കാം. ഓക്കെ, നമ്മളെപ്പോഴും മുകളിൽ നോക്കണം എന്താണ് താഴെ കാണുന്നതെന്ന്. അതാണ് നമ്മൾ വീക്കിലി ഞാൻ എപ്പോഴും നോക്കുന്നത്. വീക്കിലി സോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ ഈ വീക്കിൽ റിജക്ഷൻ ഉണ്ടായിരുന്നു ലാസ്റ്റ്. അതായത് ഇന്നലെ ഏകദേശം ഈ വീക്കിന് താഴെയായിരുന്നു ഉണ്ടായിരുന്നു. ബട്ട് ഡേ ക്യാൻഡിലിൽ ഇന്ന് ഈ വീക്കിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. സോ വീക്കിലി ഹൈ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. വീക്കിലി ഹൈ നമുക്ക് ഗ്രീനായിട്ട് മാർക്ക് ചെയ്ത് വെക്കാം. വീക്കിലി ഹൈ ഇമ്പോർട്ടൻ്റ് ആണ്. സോ വീക്കിലി ഹൈ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. വീക്കിലി ലോ ഇനി വേണ്ട, നമുക്ക് ഈ ലോ മതി. ഈ ലോ ആണ് ഇനി നമ്മുടെ ഇമ്പോർട്ടൻ്റ്. ഓക്കെ, നമുക്ക് ഓൾറെഡി 3 ദിവസം കഴിഞ്ഞു. സോ ഈ ലോ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ ലോയും നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ വൺ ഡേയിലോട്ട് വരാം. വൺ ഡേയിൽ വരുമ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് റിജക്ഷൻ ഇതിനെ കവർ ചെയ്തിട്ട് ഒരു ക്യാൻഡിൽ വന്നിട്ടുണ്ട്. ഈ ഗ്രീനിനെ മൺഡേ ക്യാൻഡിൽ കവർ ചെയ്തിട്ട് ട്യൂസ്ഡേ വന്നിട്ടുണ്ട്. പ്ലസ് വെനസ്ഡേ അത് രണ്ടും കവർ ചെയ്തിട്ട് ഈ 3 ക്യാൻഡിലേയും കവർ ചെയ്തിട്ടാണ് ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത്. സോ ഇതൊരു എക്സ്ട്രാ ബുള്ളിഷ്നെസ് ആണ് ഇപ്പം മാർക്കറ്റ് കാണിക്കുന്നത്. ഓക്കെ, സോ മാർക്കറ്റ് 26,000 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് നമുക്ക് ഓൾ ടൈം ഹൈയിലോട്ട് കാണാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. ബട്ട് ഇതിന് തൊട്ട് മുകളിൽ നമുക്ക് റെസിസ്റ്റൻസ് കൂടെ ഉണ്ട്. കഴിഞ്ഞ 23 ഒക്ടോബറിനും 29 ഒക്ടോബറിനും മാർക്കറ്റ് ഇവിടം വരെ വന്നിട്ട് ഒരു റിജക്ഷൻ കാണിച്ച് പോയിട്ടുണ്ട്. സോ നമുക്ക് ആ ലെവൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഈ ലെവലും കൂടെ ഒന്ന് ബ്രേക്ക് ചെയ്യണം മാർക്കറ്റ്. സോ നമുക്ക് ഈ ലെവൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ,
സോ ഈ ഹൈയും നമുക്ക് ഈ ലോയും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമുക്ക് ഇനിയുള്ള നമ്മുടെ മേജർ ലെവൽസ് ആയിട്ടുള്ളത് 26,010 മുകളിൽ, അത് 26,000 മുകളിൽ നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒബ്വിയസ്ലി ബുള്ളിഷാണ് അതിൻ്റെ മുകളിൽ. ആൻഡ് 25,852 നമ്മുടെ ഇനി ബിയറിഷിലോട്ട് നമുക്കൊരു കാഴ്ചപ്പാട് വേണമെങ്കിൽ ഇതിൻ്റെ താഴെ നിഫ്റ്റി ക്ലോസ് വരണം, എന്നാലും നമ്മൾ ബിയറിഷിലോട്ട് പോകത്തുള്ളൂ. 1 അവറിലോട്ട് പോകാം. 1 അവറിൽ ഞാനൊരു കാര്യം കാണുന്നുണ്ട്, ജസ്റ്റ് നിങ്ങളൊന്ന് പറഞ്ഞു തരാം. ബട്ട് അത് വാലിഡ് ആവണമെങ്കിൽ റിജക്ഷൻ പറഞ്ഞു. 1 അവറിൽ ഞാൻ കാണുന്നത് ഒരു ആർ എസ് ഐ ഡൈവർജൻസ് കാണുന്നുണ്ട്. ഓക്കെ, കാരണം ഇവിടെ പ്രൈസ് മോളോട്ട് പോകുമ്പം ആർ എസ് ഐ ഇവിടെ താഴോട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, ആർ എസ് ഐ ജസ്റ്റ് താഴോട്ടാണ് നിൽക്കുന്നത്. ഇതൊന്നും നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. ഓക്കെ, പ്രൈസ് മുകളിലോട്ട് പോകുന്നുണ്ടെങ്കിലും മൊമെൻറ്റം കുറച്ച് കുറവാണ് മാർക്കറ്റിൽ. സോ നമുക്ക് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഒരു ട്രാപ്പ് ആവരുത്. ഓക്കെ, 26,000 മുകളിൽ കയറിയിട്ട് എല്ലാവരും ബുള്ളിഷ് ആകുമ്പോൾ മാർക്കറ്റ് ബിയറിഷ് ആവരുത്. സോ നമ്മൾ അപ്പോൾ അതായത് എൻ്റെ കൂടെ ട്രേഡ് ചെയ്യുന്നവർ ഈ ഒരു നോളജ് ഓർത്ത് വെച്ചേക്കണം. ഓക്കെ, മൂവ്മെൻറ്റ് മാർക്കറ്റിന് കുറവുണ്ട്. സാധാരണ ആർ എസ് ഐ പ്രൈസിൻ്റെ തൊട്ട് മുകളിലോ അല്ലെങ്കിൽ പ്രൈസിൻ്റെ ഒപ്പമോ നിൽക്കേണ്ടതാണ്. സി ഇവിടെ കണ്ട ക്ലിയർ ഡൈവർജൻസ് ആണ്. ഓക്കെ, പ്രൈസ് മുകളിലോട്ടാണ്, ഈ ഹൈയുടെ മുകളിലാണ്, ഈ ഹൈയുടെ മുകളിലാണ് ഈ ഹൈ ഉള്ളത്. ബട്ട് അതേ സ്ഥലത്ത് ആർ എസ് ഐ നോക്ക്, ആർ എസ് ഐ ഈ ഹൈ, ഈ കറക്റ്റ് ഞാൻ ഇവിടെ വരച്ചു തരാം. ഈ ഹൈ ആൻഡ് ഈ ഹൈ, ആർ എസ് ഐ കണ്ടോ, ആർ എസ് ഐ താഴോട്ടാണ്. ഇതാണ് ആർ എസ് ഐ ഡൈവർജൻസ്. നമ്മുടെ കോഴ്സിൽ ഇത് പഠിപ്പിക്കുന്നുണ്ട്, ആർ എസ് ഐ ഡൈവർജൻസ് എങ്ങനെയാണ് നമ്മൾ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. സോ ആർ എസ് ഐ ചെറിയ ഒരു മൊമെൻറ്റം കുറവുണ്ട്. ബട്ട് നമുക്ക് നോക്കാം എന്താ ചെയ്യുന്നതെന്ന്. ബട്ട് ഇതും ഫെയിൽ ആകാനുള്ള ചാൻസ് ഉണ്ട്. ബട്ട് എൻ്റെ വീഡിയോ കാണുന്നവരും എൻ്റെ കൂടെ ട്രേഡ് ചെയ്യുന്നവരും ഇതൊന്നും ഈ ഒരു നോളജ് വെച്ചേക്കാം. ഓക്കെ, ആർ എസ് ഐ ഡൈവർജൻസ് വെരി ഇമ്പോർട്ടൻ്റ്. ലാസ്റ്റ് ടൈം കാണിച്ചു തരാം. ലാസ്റ്റ് ടൈം പ്രൈസ് ഹൈ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതേ ഹൈ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സെയിം ഹൈ പ്രൈസ് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സെയിം സ്ഥലത്ത് ആർ എസ് ഐ നോക്ക്, ഇവിടെ ആർ എസ് ഐ ഇവിടെ താവോട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അത് കണ്ടോ, അത് ആർ എസ് ഐ ഇവിടെ താവോട്ടായിരുന്നു. ഓക്കെ, പ്രൈസ് ഇവിടെ മുകളോട്ടായിരുന്നു, ആർ എസ് ഐ ഇവിടെ താവോട്ടായിരുന്നു ആ സമയത്ത്. ബട്ട് അത് കഴിഞ്ഞിട്ട് സംഭവിച്ചിട്ടുണ്ടോ, ഒരു ഹ്യൂജ് ഫാൾ തന്നെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും ഒരു ഡൈവർജൻസ് കാണുന്നുണ്ട്. ബട്ട് വാലിഡ് ആവണമെങ്കിൽ പ്രൈസ് താഴോട്ട് വന്നിട്ട് ഒരു സിംഗിൾ ലോ ബ്രേക്ക് ചെയ്യണം. അങ്ങനെ സിംഗിൾ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ കൂടെ ഉള്ളവർ ബിയർഷിപ്പ് പോകുന്നതിനെക്കാട്ടി മുന്നേ നമ്മൾ ബിയർഷിപ്പ് പോകും. ബിക്കോസ് നമ്മുടെ കയ്യിൽ ഈ നോളജ് ഉണ്ട്. ഓക്കെ, നമ്മളിത് കണ്ടുവച്ചിട്ടുണ്ട് ആർ എസ് ഐ ഡൈവർജൻസ്. ഓക്കെ, സോ നമുക്ക് ഇനി അടുത്ത ഇത് ലെവലിലോട്ട് പോവാം. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇനി ഒരു ലെവൽ വരണമെങ്കിൽ നമുക്ക് ഡെയിലൊന്ന് ഇട്ട് നോക്കാം. ഇതിൻ്റെ മുകളിൽ അടുത്ത റെസിസ്റ്റൻസ് എവിടെയാണ് വരിക? അടുത്ത റെസിസ്റ്റൻസ് വരുന്നത് ഇവിടെയാണ്. നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചേക്കാം. ഇതാണ് അടുത്ത റെസിസ്റ്റൻസ് വരുന്ന ഏരിയ, 26,100. ഓക്കെ, 26,100 ആണ് നമ്മുടെ അടുത്ത ടാർഗറ്റ്. ഓക്കെ, ഇതിൻ്റെ മുകളിലുള്ള നമ്മുടെ ടാർഗറ്റ് വരുന്നത് 26,100 ആണ്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് താഴോട്ട് വലിക്കാം. 26,100, അതിൻ്റെ മുകളിൽ 26,244. ഓക്കെ, ഇതാണ് നമ്മുടെ മോട്ടോർ ടാർഗറ്റിന് വരാനുള്ളത്. 26,244, 26,100 നെക്സ്റ്റ്. ബട്ട് 26,244 മുന്നേ 26,200, 26,200 നമുക്ക് ടാർഗറ്റായിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിൽ നാളെ നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ 15 മിനിറ്റ്സിൽ ഇടാം. നമുക്ക് 50 ഇതിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ബുള്ളിഷ് ട്രേഡിലോട്ട് പോകും. ബട്ട് രാവിലെ തന്നെ പോകത്തില്ല. നിഫ്റ്റി നമ്മുടെ ഒരു എൻട്രി സ്റ്റൈൽ വെച്ചാൽ നിഫ്റ്റി ഒന്ന് താഴോട്ട് വന്നിട്ട് മുകളിലോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് തന്നെ എൻട്രി കൊടുക്കും ചെറിയൊരു സ്റ്റോപ്പ് ലോസിൽ. നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ് 26,100, 26,200, ഇതാണ് ഫസ്റ്റ് ടാർഗറ്റ്. സോ ഈ ലോ നമുക്കൊന്ന് മാർക്ക് ചെയ്തിട്ടേക്കാം. ഈ ലോ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ആ ലോ നമുക്ക് ഇങ്ങനെ മാർക്ക് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടേക്കാം. ഒരു സ്ട്രോങ് സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്തിട്ടേക്കാം നമുക്ക് ഇന്നത്തെ. ഓക്കെ, ഇത് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ നമ്മുടെ കയ്യിൽ ലെവൽസ് എല്ലാം നമുക്ക് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. 26,100 ഫസ്റ്റ് ടാർഗറ്റ്, 26,244 സെക്കൻഡ് ടാർഗറ്റ്, അല്ലെങ്കിൽ 26,200. ഓക്കെ, നിഫ്റ്റി ഒരു റിട്രേസ് ചെയ്തിട്ട് നാളെ ഇവിടുന്ന് പോട്ടെ. സോ അങ്ങനെ പോവുകയാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് ട്രേഡ് എടുക്കും. നമ്മുടെ എൻട്രി നമുക്ക് ജസ്റ്റ് ഇവിടുന്ന് മാർക്ക് ചെയ്തിട്ടേക്കാം. നമ്മുടെ എൻട്രി ഇവിടെ തന്നെ വരും. ഈ ക്യാൻഡിൽ നമ്മുടെ എൻട്രി വരും. ഇങ്ങനെ നമ്മുടെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ടാർഗറ്റ് നമ്മൾ മാർക്ക് ചെയ്ത് ഇപ്പോഴേ ഇട്ടിട്ടുണ്ട്. ബട്ട് നമ്മുടെ കയ്യിൽ ആർ എസ് ഐ ഡൈവർജൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മളതൊന്ന് ഓർത്തിരിക്കണം. നിഫ്റ്റി ഇനി ഒരു ബിയർസ്നെസ് പെട്ടെന്ന് നാളെയോ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിലോ കാണിക്കുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ മുകളിൽ തന്നെ നമ്മൾ സെല്ല് ചെയ്യും നിഫ്റ്റീനെ.
താഴോട്ട് ഉള്ള, കാരണം ഇവിടെയെല്ലാം ഓർഡർ എടുക്കാണ്. അതുകൊണ്ട് ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടില്ല. ഓക്കെ, ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്, ഒന്ന് ഫില്ല് ചെയ്തിട്ടില്ല. നിഫ്റ്റി അത് ഫില്ല് ചെയ്യാതെയാണ് നേരെ മുകളിലോട്ട് കയറി പോയിട്ടുള്ളത്. ഞാൻ എക്സ്പെക്റ്റ് ചെയ്തത് എൻ്റെ ഒരു പ്ലാൻ അനുസരിച്ച് നിഫ്റ്റി ഇന്ന് രാവിലെ വന്നിട്ട് ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ട് പോകുന്നായിരുന്നു. ബട്ട് നിഫ്റ്റി അവിടുന്ന് തന്നെ പുഷ് ഓൺ ചെയ്ത് പോയി. കാരണം ഇന്ന് IT സെക്ടർ നല്ല അപ്പായിരുന്നു. അത് IT സെക്ടറാണ് നിഫ്റ്റിയിൽ നിന്ന് പുഷ്, അതായത് ഒരു ഹെൽപ്പ് ചെയ്തിട്ടുള്ള പെട്ടെന്ന് മുകളിലേക്ക് കയറ്റി കൊണ്ടുപോകാൻ. ഈ ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ട് ഇവിടുന്ന് മുകളിലോട്ട് നിഫ്റ്റിയുടെ ഒരു മൂവ്മെൻ്റ് ആയിരുന്നു എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബട്ട് അത് നടന്നില്ല. ഓക്കെ, നിഫ്റ്റി നേരെ പുഷ് ചെയ്ത് പോയി. അതുകൊണ്ട് തന്നെ നിഫ്റ്റി താഴോട്ട് വന്നിട്ട് ചിലപ്പം ഇതാണ് നിഫ്റ്റിയുടെ ലാസ്റ്റ് ലോ. ഓക്കെ, സോ മേ ബി 26,000 ഒരു കൺഫ്യൂഷൻ, ഒരു ട്രാപ്പ് ചെയ്തിട്ട് താഴെ വന്നിട്ട് ഇങ്ങനെ നിഫ്റ്റി മുകളിലോട്ട് പോവാം. ഓൾ ഓവർ മാർക്കറ്റ് ബുള്ളിഷാണ്. ബട്ട് നമ്മൾ ഈ ഒരു സെൻറ്റിമെൻറ്റ്സ് മനസ്സിൽ വെച്ചേക്കണം. കാരണം ഈ എൻട്രി കണ്ടോ, ഈ എൻട്രി ഞാൻ അന്ന് ലൈവായിട്ട് ലോജിക്ക് ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് ഇത് ബ്രേക്ക് ചെയ്ത് പോയപ്പം ഈ ക്യാൻഡിലും ഒരു ഗ്യാപ്പ് ഉണ്ട്, ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് അതിനെ പറയുക. ഓക്കെ, ഗ്യാപ്പ്. അപ്പോൾ ഈ ഗ്യാപ്പ് നമ്മളിങ്ങനെ വരച്ചിടും. ഓക്കെ, ഈ ഗ്യാപ്പ് ഇങ്ങനെ നമ്മൾ വരച്ചിട്ട് കഴിഞ്ഞിട്ട് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുമ്പോഴാണ് നമ്മൾ എൻട്രിയിലോട്ട് പോവുക. ഓക്കെ, ഓക്കെ, ഇതായിരുന്നു എൻ്റെ ഇന്നത്തെ ട്രേഡ് ലോജിക്ക്. ഞാൻ ഇതായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. ഇത് ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ട് മുകളിലോട്ട് പോകുന്നു, ഗ്യാപ്പ് ഫില്ല് ചെയ്തു, അത് കഴിഞ്ഞ് മുകളിലോട്ട് പോവുകയും ചെയ്തു. ഓക്കെ, നൈസായിരുന്നു ഇന്നും. ഓക്കെ, സോ ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ കോഴ്സിൽ ഇൻഡിവിജ്വലായിട്ടും നല്ല, എന്താ പറയുക, നല്ല എല്ലാവരെയും അതായത് ഇൻഡിവിജ്വൽ നമ്മൾ ഒരു ഇത് കൊടുത്തിട്ട്, അതായത് എന്താ, ഒരു അറ്റൻഷൻ കൊടുത്തിട്ട് നമ്മളെ കോഴ്സിൽ എല്ലാവരെയും പഠിപ്പിക്കും. എങ്ങനെയൊക്കെയാണ് പ്രൈസ് പോകുന്നത്, എങ്ങനെയാണ് ഓരോ ക്യാൻഡിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ക്യാൻഡിൽ വന്ന ക്യാൻഡിൽ എങ്ങനെയാണ് നമ്മൾ കണ്ടിട്ട് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് ആർക്കും പറയാൻ കഴിയും ഈ ലെവലിൻ്റെ മുകളിൽ മാർക്കറ്റ് പോയ അപ്പ്, ഈ ലെവലിൻ്റെ മാർക്കറ്റ് പോയ താഴെ. ഓക്കെ, പക്ഷേ ലൈവ് മാർക്കറ്റിൽ നമുക്കിതൊന്നുമില്ല. ഓക്കെ, ഈ കാര്യങ്ങളൊന്നും നമ്മുടെ മുന്നിലില്ല. അപ്പോഴാണ് നമ്മൾ പറയേണ്ടത് ആക്ച്വലി എങ്ങനെയാണ് മാർക്കറ്റ് പോകാൻ പോകുന്നതെന്ന്. ഓക്കെ, എങ്ങനെയാണ് മാർക്കറ്റ് വരാൻ പോകുന്നത്, അടുത്ത ക്യാൻഡിൽ എന്തായിരിക്കും ഒരു പ്രൈസ് ആക്ഷൻ വെച്ചാൽ അടുത്ത ക്യാൻഡിൽ, ലാസ്റ്റ് ക്യാൻഡിൽ വെച്ചിട്ട് അടുത്ത ക്യാൻഡിലെ നമുക്കൊരു ഐഡിയ ഉണ്ടാവണം, എന്നാലും നമുക്ക് ട്രേഡ് എടുക്കാൻ കഴിയുള്ളൂ. അങ്ങനെയുള്ള എല്ലാ സ്റ്റുഡൻസിന് ഞാൻ ഐ മേക്ക് ഷുവർ ചെയ്യും. ഞാൻ എല്ലാവരും നല്ലപോലെ അതെല്ലാം ക്ലിയറായി, അതായത് നമ്മുടെ കോഴ്സ് കഴിയുമ്പോൾ തന്നെ എന്താ പറയുക, അവർ തന്ന ഫീ അവർക്ക് തിരിച്ച് കിട്ടാൻ ഞാൻ മേക്ക് ഷുവർ ചെയ്യും. കാരണം എൻ്റെ കൂടെ ഇരുന്നിട്ട് ലൈവ് ട്രേഡ് ചെയ്തിട്ട് അവർക്കത് റിക്കവർ ചെയ്തിട്ടേ ഞാൻ എല്ലാവരെയും വിടത്തുള്ളൂ, അത് ഷുവറാണ്. കാരണം ഒരു സ്റ്റോപ്പ് ലോസിൻ്റെ എമൗണ്ട് പോലും എനിക്ക് തോന്നുന്നു എൻ്റെ ഫീ ആയിട്ട് ഞാനിപ്പോൾ ഈടാക്കുന്നില്ല. സോ ഡിപ്പെൻഡ് അപ്പോൺ എങ്ങനെയാണ് നമ്മുടെ കോഴ്സ് പോകുന്നതനുസരിച്ച് ഫീ ഒക്കെ എൻ്റെ കാര്യങ്ങളൊക്കെ പിന്നെ നമ്മൾ നോക്കുകയുള്ളൂ. ഇപ്പം ചെറിയൊരു ഫീ, അതവർക്ക് എല്ലാവർക്കും ട്രേഡ് ചെയ്യാൻ പഠിക്കണം, അതാണ് ഫസ്റ്റ് നമ്മുടെ എയിം. ഞാൻ പറഞ്ഞിട്ടില്ല, എനിബഡി ക്യാൻ ട്രേഡ് ബട്ട് ലേണേഴ്സ് ലാസ്റ്റ് ലോങ്. ഓക്കെ, എല്ലാവർക്കും ട്രേഡ് ചെയ്യാം, ബട്ട് പഠിക്കുന്നവരെ ഇതിൽ സസ്റ്റെയിൻ ചെയ്തുള്ളൂ. എല്ലാവരും കയ്യിലുള്ള പൈസ കളഞ്ഞിട്ട് മാർക്കറ്റ് ഇട്ടിട്ട് പോകും. ഓക്കെ, സോ നമ്മുടെ 26,000 മുകളിൽ നാളെ മാർക്കറ്റ് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു ബുൾ ട്രേഡിലോട്ട് പോകും, അതായത് ഒരു ബുൾ സൈഡിലോട്ട് പോകും, അപ്പ് സൈഡിലോട്ട് പോകും. താഴോട്ട് വന്നാലും നമ്മൾ ബൈ ഓൺ ദ ഡിപ്പേ നോക്കത്തുള്ളൂ അപ് ടു ഈ ലെവൽ ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമ്മൾ ഒരു ഡൗൺ ആയിട്ടുള്ള ട്രേഡ് നമ്മൾ ശ്രമിക്കത്തുള്ളൂ, അതായത് നമ്മൾ ചിന്തിക്കുന്നത് പോലെയുള്ളൂ. പിന്നെ വേറൊരു കാര്യം, ഇവിടെ എല്ലാം ഇവിടെ എല്ലാം മാർക്കറ്റ് ഒരു ഗ്യാപ്പ് എടുക്കാൻ ബാക്കിയുണ്ട്. സോ ഈ ഗ്യാപ്പൊക്കെ എടുത്തിട്ട് മാർക്കറ്റ് ഇനിയും മുകളിലോട്ട് പുഷ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ബട്ട് 26,000 മുകളിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. നല്ല സ്ട്രോങ് ക്യാൻഡിലാണ് ഡേയിലുള്ളത്. ഡേ ക്യാൻഡിലാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ ഇന്ന് എന്നോട് ഒരാൾ ചോദിച്ചിരുന്നു, ഒരാൾ പറഞ്ഞിരുന്നു, സാർ ഇങ്ങനെ ബ്രോ ഇങ്ങനെ എന്താ ഞാൻ ഒരു ട്രേഡ് എടുത്തു, പക്ഷേ എനിക്ക് ലോസ് പോയി. അപ്പം ഞാൻ അവരോട് പറഞ്ഞു എങ്ങനെ ട്രേഡ് എടുത്തതെന്ന് ചോദിച്ചപ്പം പറഞ്ഞത്, ഞാൻ 15 മിനിറ്റ്സ് ക്യാൻഡിൽ ഞാൻ ഇൻട്രാഡേ സ്ക്രീനറിൽ നോക്കിയിട്ട് 15 മിനിറ്റ്സിൽ ലോങ് ബിൽഡപ്പ് കാണിച്ചു, അങ്ങനെ എടുത്തതാണ്. പക്ഷേ ലോങ് ബിൽഡപ്പ് കാണിച്ച് 15 മിനിറ്റ്സിൽ നോക്കിയിട്ടല്ല ട്രേഡ് എടുക്കണ്ടേ. അപ്പോൾ ഞാൻ അവർക്കൊരു ഉദാഹരണം പറഞ്ഞു. ഉദാഹരണം ഇതായിരുന്നു, നമ്മൾ ഒരു എന്താ പറയുക, ഫാദറും സണ്ണും. ഓക്കെ, ഫാദറും സണ്ണും ഒരുമിച്ച് മാർക്കറ്റിലോട്ട് പോവുകയാണ്. അപ്പോൾ ഫാദറാണ് നമ്മുടെ ഡേ ക്യാൻഡിൽ, സണ്ണാണ് നമ്മുടെ 15 മിനിറ്റ് ക്യാൻഡിൽ. ഓക്കെ, സോ ഫാദറും സണ്ണും മാർക്കറ്റിലോട്ട് പോകുമ്പം പെട്ടെന്ന് സണ്ണ് എന്ത് ചെയ്തു, വേറെ വഴിക്ക് തിരിഞ്ഞു പോയി. ഫാദർ നേരെ മാർക്കറ്റിലോട്ട് നടന്നും പോയി. സോ നമ്മൾ ഈ ഫാദറിനെ സണ്ണിനെ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആരെ ഫോളോ ചെയ്യുക? നമ്മൾ സണ്ണിനെ ഫോളോ ചെയ്യുമോ ഫാദറിനെ ഫോളോ ചെയ്യുമോ? നമ്മൾ ഫാദറിനെ ഫോളോ ചെയ്യുള്ളൂ. അതായത് നമ്മൾ ഫോളോ ചെയ്യുന്നത് ഹയർ ടൈം ഫ്രെയിമിനെ ആയിരിക്കും. കാരണം
സണ്ണ് എതിലേ പോയാലും തിരിഞ്ഞ് ലാസ്റ്റ് പോകേണ്ടത് ഫാദറിൻ്റെ പുറകെ തന്നെയാണ് അല്ലേ? സോ നമ്മൾ സണ്ണിൻ്റെ പുറകെ പോയി നമ്മൾ ലോസിൽ പോകും. കാരണം ഹൈ ടൈം ഫ്രെയിം മുകളിലോട്ട് കാണിക്കുമ്പോൾ ലോ ടൈം ഫ്രെയിം ചിലപ്പോൾ താഴോട്ട് കാണിക്കും. അത് കണ്ടിട്ട് നമ്മൾ മാർക്കറ്റ് ബിയറിഷ എന്ന് പറഞ്ഞ് നമ്മൾ താഴോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ലോസിൽ പോകും. കാരണം ഹൈ ടൈം ഫ്രെയിം മുകളിലോട്ടാണ് പോകുന്നെങ്കിൽ ഓക്കെ, ഇതിപ്പോൾ ലോ ടൈം ഫ്രെയിം ആണെങ്കിൽ ഫൈനലി ദ ലോ ടൈം ഫ്രെയിം ഗോ വിത്ത് ദ ഹൈ ടൈം ഫ്രെയിം. ഓക്കെ, എങ്ങോട്ടാണോ വലിയ ടൈം ഫ്രെയിം 1 അവർ അല്ലെങ്കിൽ ഡേ ക്യാനിൽ പോയിട്ടുള്ളത് അങ്ങോട്ട് തന്നെ ലാസ്റ്റ് ഇത് ലോ ടൈം ഫ്രെയിം തിരിഞ്ഞ് മുകളിലോട്ട് തന്നെ പോകും. അതാണ് എപ്പോഴും മാർക്കറ്റിൽ നമ്മൾ കാണാറുള്ളത്. സോ അനാലിസിസ് ചെയ്യുമ്പം മൾട്ടി ടൈം ഫ്രെയിം അനാലിസിസ് ചെയ്യുക. ഓക്കെ, മുകളിൽ നിന്ന് നോക്കുക, അതായത് വീക്ക്ലി, ഡെയിലി, ഹവർലി, 50 മിനിറ്റ്സിലോട്ട് വരിക. 5 മിനിറ്റ്സ് നിങ്ങൾ എൻട്രി എടുത്തോ, പക്ഷേ എൻട്രി എടുക്കേണ്ടത് ഡയറക്ഷൻ ടുവാർഡ്സ് ദ ഹയർ ടൈം ഫ്രെയിം. ഓക്കെ, അങ്ങനെയാണ് എൻട്രി എടുക്കേണ്ടത്. മൾട്ടി ടൈം ഫ്രെയിം ഒക്കെ എങ്ങനെയാണ് അനാലിസിസ് ചെയ്യുന്നതെന്ന് നമ്മൾ കറക്റ്റായിട്ട് പഠിപ്പിച്ചു തരുന്നതായിരിക്കും ഞാൻ. പിന്നെ 2 പേരുണ്ട്, നമ്മൾ ഒരു സാറും കൂടെ ഉണ്ടാവും. അപ്പോൾ 2 പേര് നിങ്ങളെ നല്ല എന്താ പറയുക പ്രൈസ് ആക്ഷൻ പെർഫെക്റ്റ് ആയിട്ട് പഠിപ്പിച്ചു തരും. വിത്തൗട്ട് ഇൻഡിക്കേറ്റർ എങ്ങനെയാണ് ട്രേഡ് ചെയ്യേണ്ടതെന്ന്. സോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ലിങ്ക് നമ്മുടെ വെബ് പേജിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അതിൽ രജിസ്റ്റർ ചെയ്യുക. 25-ാം തീയതി വരെയാണ് രജിസ്റ്റർ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേ. അത് രജിസ്റ്റർ ചെയ്യുക. 15 സീറ്റ് ആയി കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യും. 10 സീറ്റ് ആയിട്ടുണ്ട്. സോ പ്ലീസ് രജിസ്റ്റർ ഇഫ് യു ഡോണ്ട് രജിസ്റ്റർ ദ കോഴ്സ്. ഓക്കെ, സോ നമ്മുടെ നാളത്തെ മൊമെൻറ്റ് ഇതാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഈ മൊമെൻറ്റ് കിട്ടുകയാണെങ്കിൽ നമ്മൾ ഓൾ ടൈം ഹൈയിലോട്ട് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇറ്റ്സ് ഗുഡ്. പിന്നെ ഇവിടുന്ന് ട്രെൻഡ് ലൈൻ വരുന്നുണ്ട്. ഈ ട്രെൻഡ് ലൈൻ വരച്ചിട്ടോ, ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ടും ഉണ്ട് മാർക്കറ്റിന്. ഒരു ട്രെൻഡ് ലൈൻ കൂടെ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, സോ ഓക്കെ, ട്രെൻഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഒറ്റ നോട്ടത്തിൽ നമുക്ക് കണ്ടാൽ മനസ്സിലാവണം മാർക്കറ്റ് എങ്ങനെയാണ് കയറിപ്പോകുന്നത്. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു ചാനലിൽ കൂടെയാണ് ഇത് കയറിപ്പോകുന്നത്. ഓക്കെ, സെയിം ഹൈ സെയിം ലോസ് ഉണ്ടാക്കിയാണ് കയറിപ്പോകുന്നത്. സോ ഇതൊക്കെ പഠിച്ചിട്ട് ട്രേഡ് ചെയ്യുക. വെറുതെ ഒന്നും അറിയാതെ ട്രേഡ് ചെയ്ത് പൈസ കളയില്ല. ഓക്കെ, സോ എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ് മൈ ചാനൽ. താങ്ക് യു.